മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയന് കൂടുതൽ കുരുക്കുകൾ മുറുകിയുള്ള ഒരു വിധിന്യായം തന്നെയായിരുന്നു കർണാടക ഹൈക്കോടതിയിൽ നിന്നും പുറത്തു വന്നത്. അപ്പോൾ ഇനി യാതൊരു നിവൃത്തിയുമില്ല. എക്സാലോജിക്ക് ഉറപ്പായും SFIO അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കണമെന്നാണ് കോടതി പോലും ഉത്തരവിട്ടത്. ഒരു തരത്തിലും ഇനി മുന്നോട്ട് കുതിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയതോടെ എക്സാലോജി കമ്പനി ഡയറക്ടറും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളുമായ വീണ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ ചെന്നൈ ഓഫീസിൽ എത്തിച്ചേർന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചെന്നൈയിലേക്ക് വീണ വിജയൻ എത്തിയതായിട്ടുള്ള സൂചനകൾ ഇതിനോടകം തന്നെ മാധ്യമങ്ങൾ പുറത്തുവിട്ട് കഴിഞ്ഞു. ചില മാധ്യമങ്ങളിൽ ഇതേക്കുറിച്ചുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. അതീവ രഹസ്യമായിട്ടുള്ള ഒരു സന്ദർശനമായി തന്നെയാണ് ഇതിനെ നോക്കി കാണുന്നത്. SFIയിലെ ഉന്നത ഉദ്യോഗസ്ഥനായ അരുൺ പ്രസാദ് എന്ന ഉദ്യോഗസ്ഥന് മുന്നിൽ മൊഴി നൽകാനായി എത്തി എന്നുള്ള സൂചനയാണ് ഇതോടൊപ്പം തന്നെ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ SFIOയ്ക്ക് ഓഫീസ് ഉള്ളത് ചെന്നൈയിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെയായിരിക്കണം ചെന്നൈ ഓഫീസിൽ നേരിട്ടെത്തി കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വീണ വിജയൻ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എക്സാലോജിക്കിൻ്റെ മേധാവിയായ വീണ വിജയനെ തേടി SFIO ഉദ്യോഗസ്ഥർ തലസ്ഥാനത്തെത്തുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് അഭിഭാഷകനൊപ്പമാണ് വീണ വിജയൻ ചെന്നൈയിലെ ഓഫീസിലെത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വീണയുടെ കമ്പനിയായ എക്സാലോജിക്, കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ CMRL നിന്നും ഓഹരി പങ്കാളിത്തമുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പൊതുമേഖലാ സ്ഥാപനമായ KSIDC എന്നിവയ്ക്കെതിരെ SFIO ഒരു അന്വേഷണം നടത്തിപ്പോരുകയാണ്. ഏറ്റവും ഒടുവിൽ വീണ വിജയനിലേക്ക് എത്തിച്ചേരാനായി SFIO തയ്യാറെടുക്കുകയായിരുന്നു. അതിനിടയിലാണ് ഒരു മിന്നൽ സന്ദർശനം വീണ വിജയൻ നടത്തിയിരിക്കുന്നത്. ഒരു സേവനവും നൽകാത്ത എക്സാലോജിക്കിന് CMRL വൻതുക കൈമാറിയെന്ന ആദായ നികുതി വകുപ്പിൻ്റെ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ കണ്ടെത്തലാണ് ഇതിനൊക്കെ ആധാരമായിട്ടുള്ളത്. ഇതിൻ്റെ ചുവട് പിടിച്ച് നടത്തിയ അന്വേഷണം തന്നെയാണ് ഏറ്റവും ഒടുവിൽ SFIO അന്വേഷണത്തിൽ എത്തി നിൽക്കുന്നതും. CMRLും എക്സാലോജിക്കും തമ്മിൽ നടത്തിയ പണമിടപാട് ഒരുപക്ഷെ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിൻ്റെയും അഴിമതി നിരോധന നിയമത്തിൻ്റെയും പരിധിയിൽ വരുന്ന കുറ്റകൃത്യമാണെന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസും തൊട്ടു പിന്നാലെ കണ്ടെത്തിയിരുന്നു. ഇതൊക്കെ തന്നെയാണ് ശക്തമായ കുരുക്ക് മുറുകാൻ കാരണമായത്. തൊട്ടു പിന്നാലെ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയമാണ് SFIOയെ ഈ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയത്. എന്നാൽ അതിനിടയിൽ വീണയ്ക്കെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കനേഡിയൻ കമ്പനിയുടെ ആരോപണമടക്കം ഈ ഘട്ടത്തിൽ പുറത്തു വന്നതാണ്. അതിനെയൊക്കെ തന്നെ പുറത്തുവിടുന്നത് പരാതിക്കാരനായ BJP പ്രവർത്തകൻ കൂടിയായിട്ടുള്ള ഷോൺ ജോർജ് ആയിരുന്നു. അങ്ങനെ വീണ വിജയൻ കഴിഞ്ഞ ദിവസം ഷോൺ ജോർജിനെതിരെ ഒരു പരാതി സമർപ്പിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഷോൺ ജോർജ് കൂടാതെ മറുനാടൻ മലയാളി എഡിറ്ററായ ഷാജൻ സ്കറിയ തുടങ്ങിയവർക്കെതിരെ പോലീസ് കേസെടുത്തു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. തനിക്ക് കനേഡിയൻ കമ്പനി ഉണ്ടെന്ന് സൈബർ സ്പേസുകളിലൂടെ പ്രചാരണം നടത്തിയെന്ന് കാണിച്ചാണ് വീണ ഇരുവർക്കുമെതിരെ പോലീസിൽ പരാതി സമർപ്പിച്ചിരിക്കുന്നത്. ഇവരെ കൂടാതെ മറ്റ് ചില മാധ്യമങ്ങൾക്കെതിരെയും സൈബർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നാണ് സൂചന ലഭിക്കുന്നത്. തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. പിതാവും ഭർത്താവും CPM നേതാക്കളായതുകൊണ്ട് തന്നെ പിന്തുടർന്ന് ആക്രമിക്കുകയാണെന്നാണ് വീണയുടെ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. വീണയ്ക്ക് കനേഡിയൻ കമ്പനി ഉണ്ടെന്ന് ഷോൺ ജോർജ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു എന്നതാണ് പരാതിയുടെ ആധാരം. ഈ പോസ്റ്റിനെ ചൂണ്ടിക്കാട്ടി ചില മാധ്യമങ്ങൾ വാർത്തകൾ നൽകുകയും ചെയ്തുവെന്ന് ആരോപിക്കുന്നുണ്ട്. ദ സ്കൈ 11 എന്ന കമ്പനി വീണ വിജയൻ്റേതായിരുന്നു എന്നാണ് ഷോൺ ജോർജിൻ്റെ ആരോപണം. എന്നാൽ വീണയുടെ പരാതിയിൽ തനിക്കെതിരെ കേസെടുത്തുവെന്ന് ഷാജൻ സ്കറിയ തന്നെ വീഡിയോ പുറത്തുവിട്ടുകൊണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഷോണിനെ 1-ാം പ്രതിയാക്കിയും മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ സ്കറിയെ 2-ാം പ്രതിയാക്കിയുമാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. വ്യാജരേഖ ചമയ്ക്കൽ, സ്ത്രീകൾക്കെതിരായ അപകീർത്തി പരാമർശം, വ്യാജ പ്രചാരണം തുടങ്ങി ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചേർത്താണ് കേസ് ചുമത്തിയതെന്ന് വേണം മനസ്സിലാക്കാൻ.